അത് ഞാൻ വാങ്ങിത്തരാം 3 നോട്ട് ബുക്ക് അഞ്ച് പെൻസിലാ എന്നാ എന്താ അത് ഇപ്പോഴാണ്ട് കാക്കു എന്തേ സെക്കൻഡ് നമ്മളിവിടെ ഈ ആസി ടീച്ചർ പറഞ്ഞ ഒരു സ്ത്രീന്റെ വീട് അതാ കുറച്ച് പ്രായമൊക്കെ ഉണ്ടാവും. അതായത് ഒരു 2000-2001 ഇയറിലൊക്കെ കുറ്റിപ്പുറം അവിടെ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പിന്നെ ഒന്നുമല്ല, കുറച്ച് പ്രായമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഏതാ നിക്കാണ്ട് പിടുത്തം കിട്ടിയില്ല. ഇവിടെ റസിയാത്താന്റെ ഉമ്മല്ലേ ഈ ആസിയ ടീച്ചർ? അതാ അങ്ങനെ അറിയില്ല. റസിയ നമ്മളെ ആസിയ കുട്ടിയാ. അതിന്റെ മോളാണ് റസിയ. അത് ഇവിടുന്ന് രണ്ടാമത്തെ വീട്. ഞങ്ങള് പോരി, ഞങ്ങളെ കൂടെ പോരി. ആയിക്കോട്ടെ. നിങ്ങളിവിടെ അടുത്ത് തന്നെയാണോ വീട്? ഞാനിവിടെ അടുത്ത് തന്നെയാണ്. ഈ പേര് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പിന്നെ കുട്ടി പറഞ്ഞേക്കോളാം ഇതാണോ? എന്നായിക്കോട്ടെ, ശരി, ഓക്കെ, സന്തോഷം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളോ ആസി ടീച്ചർ വീടല്ലേ? അതെ. ടീച്ചർ ഉണ്ടോ വീട്ടില്? ആ മാത്തുണ്ടല്ലോ. ഒന്ന് വിളിക്കോ? മാ ഇരിക്ക്. മാ ഇതൊരാള് വന്നിക്കണോ? ആരാണ്? ടീച്ചറെ പിന്നെ അറിഞ്ഞിക്കണോ? അങ്ങനെ ഓർക്കണില്ല. ഞാന് ടീച്ചർ സ്റ്റുഡന്റ് ആണ്. 2001 കുറ്റിപ്പുറം KPMHS ടീച്ചറെ ക്ലാസ്സിലായിരുന്നു. 9ാം ക്ലാസ്സില് 9th C. എന്താ മോന്റെ പേര്? എന്റെ പേര് യൂസഫ്. ഞാനേ പിന്നെ ഇപ്പൊ ഞാന് ഗൾഫിലാണ്, അങ്ങനെ ലീവിൽ വന്നതാ. അപ്പൊ അങ്ങനെ ടീച്ചറെ അതുപോലെ തന്നെ കുറെ പഴയ ആളുകളൊക്കെ ഇങ്ങനെ കാണാന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ വന്നത്. ഞാൻ ചിലപ്പോ എനിക്ക് പറഞ്ഞാ അറിയായിരിക്കും, പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാന് പിന്നെ അന്നൊക്കെ ഇങ്ങനെ നമ്മളന്നത്തെ ഒരു പ്രായം അപ്പൊ അങ്ങനെ പെൺകുട്ടികളെ വെഞ്ചമരിക്കുമായിരുന്നു ഓരോ കുട്ടികളുടെ അടുത്ത്. അപ്പൊ അങ്ങനെ ടീച്ചർ കണ്ട് എന്നെ പുറത്താക്കിയ ക്ലാസ്. അപ്പൊ ഞാൻ ആ ദേഷ്യത്തിന് എന്താക്കി, ടീച്ചറെ കുറിച്ച് ടീച്ചർ നമ്മളെ അറബി മാഷിലെ മൂസമാഷ് ടീച്ചർ പേരില് മൂത്രപരമ്പരൊക്കെ പേരൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഇവര് തമ്മിൽ അപീതെന്നൊക്കെ പറഞ്ഞു വെച്ച് ഞാനേനി അന്നത്തെ ഓരോ കുസൃതികളെ നമ്മളന്നത്തെ കാലം അന്ന് രസമാണുള്ളതൊക്കെ. അതുപോലെ തന്നെ നമ്മളെ PT മാഷില്ലേ ബാലമാഷെ, ബാലമാഷെ കുറിച്ച് പിന്നെ ബാലമാഷും ആസി ടീച്ചറും തമ്മിൽ പിന്നെ ഗ്രൗണ്ടിന്റെ അവിടുന്ന് ആ കുറ്റിക്കാട്ടിൽ കണ്ടുവരണം കണ്ട HM ഒരു കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അന്നത്തെ ഓരോ രസം കുസൃതികൾ. പിന്നെ അതുപോലെ തന്നെ ടീച്ചറെ പിന്നെ ഞാൻ അതിലും പിന്നെ വേറൊരു സംഗതി ചെയ്തു. അന്ന് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇതായതുകൊണ്ട് അന്ന് കുറച്ച് കുട്ടികളൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ ടീച്ചറെ പറ്റി കംപ്ലൈന്റ് ചെയ്താൽ. പിന്നെ അതുപോലെ തന്നെ പിന്നെ മൂത്രപ്പേരൻ്റെതൊക്കെ പിന്നെ വൈറ്റ് വാഷ് ചെയ്ത് മാറ്റിയിരുന്നു. പിന്നെ അന്ന് അസംബ്ലിയിൽ HM പറഞ്ഞു അങ്ങനെ ഒരു സംഗതികളും ചുമരുമ്പിൽ എവിടെയും വൃത്തികേടാക്കി എഴുതരുത്, അതും എഴുതരുത് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇനി എല്ലാവരും നിരീക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ എന്താക്കി, ഞാനും സലീമും ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരം വന്നുകാണ്ട് പിന്നെ ഇമ്മം മുഴുവൻ മറ്റേ ഈ ഇല പറിച്ചിട്ടേ ഇലയും പിന്നെ കരിക്കട്ടി എടുത്തുങ്ങാണ്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളൊക്കെ ചിത്രമൊക്കെ വരച്ച്, നിങ്ങളെ മുഖച്ചായൊന്നുമില്ല പക്ഷെ നിങ്ങളെയും മൂസമാഷയും ചിത്രമൊക്കെ വരച്ചുങ്ങാണ്ട് ഓരോരോ കുസൃതികൾ ഒപ്പിച്ചത്. അതേപോലെ തന്നെ പിന്നെ ഞാൻ വേറെ സംഭവം ചെയ്തത് എന്താ അറിയോ, പിന്നെ നിങ്ങൾക്ക് അറിയില്ല സംഭവം അറിയും, പക്ഷെ ഞാനാണെന്ന് അറിയലുണ്ടാവില്ല. അതായത് സ്കൂളില് പിന്നെ ഗ്രൗണ്ടിന് സ്ഥലം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മാനേജ്മെന്റിന് ഒരു ഇത് ഹർജി കൊടുക്കാൻ വേണ്ടി കണ്ട് ആ പേരിൽ കുട്ടികളെ കൊണ്ടൊക്കെ എഴുതി ഒപ്പിടിച്ച് എല്ലാ കുട്ടികളെ കൊണ്ടും ഗ്രൗണ്ടിന് ഇതിനുമാണ് കണ്ട്. എന്നിട്ട് എന്താക്കി, ആ ഫ്രണ്ട് പേജ് അവിടെ മാറ്റിയിട്ട് അതിൽ മൂസമാഷും ആസി ടീച്ചറും തമ്മിലുള്ള അവിഹിതം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DD ഓഫീസിൽ മലപ്പുറത്ത് കൊണ്ടുപോയി DD ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അതിലാ പിന്നെ അങ്ങനെ അന്വേഷണം വന്നു കണ്ട പിന്നെ ജോലിയൊക്കെ പോയി. ആയിക്കോട്ടെ. ഇങ്ങനെ അല്ല അന്നത്തെ ഓരോ കാലാണല്ലോ നമ്മളെ കുസൃതി പ്രായം. അങ്ങനെ എന്റെ ഈ തമാശ എടുക്കുമ്പോ എന്തുണ്ടായി അറിയാം. ഓളപ്പ എന്റെ മാപ്പിള എന്നെ ഒഴിവാക്കി, ഇതൊക്കെ നാട്ടിൽ കൂടെ ഒക്കെ പാട്ടായി, ഒഴിവാക്കി ചെയ്തു, എന്റെ ജോലി പോയി. അതായാലും വലിയ കോമഡി. എനിക്കിപ്പോ അതൊക്കെ കോമഡി എടുത്തു. അതാണിപ്പോ ഇനി 2 മാസം കഴിഞ്ഞാൽ പോകും, ഫാമിലി അങ്ങനെ തന്നെ പോകും. കുട്ടികൾക്ക് സ്കൂൾ അവിടെയാണല്ലോ. അപ്പൊ അതുകൊണ്ട്
അങ്ങനെ പോകണം എന്താ ഞാൻ ആ വെള്ളം ടീച്ചറെ. കുടിച്ചോ. നല്ല ഉഷാറാ. തേങ്ങ തന്നെയാണ് അല്ലേ? ഇതാരാ മോളോ ഒരുവളോ? ഇതിന്റെ മോളാണ്. ഉം. ഇവള് പന്നക്കാട് വലിയ കുസൃതിയാണ്. അതെ. ഇവളിപ്പോ ഈ വരുന്നവർക്കൊക്കെ ഉം. ബിമ്മലക്കി കൊടുക്കും. അല്ലമ്മ, ഇന്ന് ഞാൻ വിമ്മല്ല കളിക്കുന്നത്. ഇന്ന് ഞാൻ ഫീഡാണ് കളിക്കുന്നത്. ഇത് ഇത്ത പോയാർക്ക് ജീവൻ കിട്ടും വണ്ടിക്കോ. എന്റെ കുസൃതിയോടെ എന്റെ ജീവിതം കുസൃതിക്കാരൻ പോകണ്ടമ്മ. നല്ല കുസൃതി. വാ അമ്മ.